നമസ്കാരം, ഹാരിസാണ് ചാനൽ RBയിൽ നിന്ന്. കാസർഗോഡ് നഗരസഭയ്ക്ക് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഒരുപാട് കടമുറികൾ ഇതിൻ്റെ വരുമാന മാർഗമായി ഉണ്ട്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ വളരെ മോശമാണ്. ഞാനിതിൻ്റെ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഇതിൻ്റെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഈ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഒരു സ്വകാര്യ ഏജൻസിയെ നഗരസഭ ഏൽപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്നിരുന്നാലും അവരവരുടെ പണി ചെയ്യുന്നു, ഭംഗിയായി ചെയ്യട്ടെ, അവർക്കത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്നാൽ നഗരസഭ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ചെയ്യുന്ന പ്രവൃത്തി എത്രത്തോളം സത്യസന്ധമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നഗരസഭ പരിശോധിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. 2, ഉദ്യോഗസ്ഥർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണോ ഇത് നടക്കുന്നത്? ഇതൊക്കെയും നമുക്ക് വ്യക്തമായി അറിയേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കേണ്ട സമയമാണ്. കാരണം ഇന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യുന്ന മുറക്ക് സത്യസന്ധമായി അവരത് ചെയ്യും. നാളെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ പരാതികൾ ഉയർന്നാൽ വീണ്ടും ഈ പരാതിന്മേൽ നടപടി എടുക്കാൻ പോയാൽ സാമ്പത്തികമായി വളരെയധികം നഷ്ടം സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ സ്വകാര്യ ഏജൻസിക്ക് വർഷാവർഷം നഗരസഭയ്ക്ക് അടക്കേണ്ട തുക, അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പണം കണ്ടെത്തുന്നതിന് വേണ്ടി പരസ്യമാണ് അവർ പിടിക്കുന്നത്. പരസ്യത്തിൽ നിന്ന് വരുമാനം കണ്ടെത്തും. അതാണ് നഗരസഭയും അവരും തമ്മിലുള്ള കോൺട്രാക്ട്. ഈ പരസ്യം കണ്ടെത്തുന്നതിന് വേണ്ടി ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പല ഭാഗത്തും പല രീതിയിലും ഫ്രെയിം അടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഓണവുമായി ബന്ധപ്പെട്ടവർക്ക് പരസ്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ ഈ പരസ്യം സ്വീകരിക്കുന്നതിന്, ഫ്രെയിം അടിക്കുന്നതിന് ഏത് രീതിയിൽ പരസ്യം സ്വീകരിക്കണം, അത് എവിടെയൊക്കെ പ്രദർശിപ്പിക്കണം, ഈ പരസ്യങ്ങൾക്ക്, പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾക്കൊക്കെ സൈസ്, ഈ സൈസും കെട്ടിടത്തിൻ്റെ പില്ലറും തമ്മിലുള്ള രീതി, വ്യത്യാസം, ഇതൊക്കെയും പരിശോധിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുള്ള ഓരോ ആളുകളും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇത്രമാത്രം. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ഈ ഓരോ പില്ലറുകൾക്കും പരസ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു അച്ചടക്കവും ഒരു ഭംഗിയും ഉണ്ടാക്കിയാൽ എത്ര നന്നാവുമായിരുന്നു. ഈ പില്ലറിൽ നിന്ന് ഫ്രെയിമുകൾ എത്രത്തോളം പുറന്തള്ളിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ പൂർണ്ണമായിട്ടും പരസ്യം എന്നുള്ള രീതിയിലേക്ക് അത് മാറും. ഇതൊക്കെയും ഈ പില്ലറിന് സമാനമായി ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ട് ഭംഗിയോടെ പരസ്യം പ്രദർശിപ്പിച്ചാൽ നമുക്ക് തന്നെ ഒരു അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് അത് മാറും. അതല്ലെങ്കിൽ മഹാബോറായിരിക്കും. നഗരസഭാ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും അതുപോലെ തന്നെ ഈ കരാർ ഏറ്റെടുത്ത ഏജൻസിയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പരസ്യം പ്രദർശിപ്പിച്ചാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ നഗരസഭാ ചെയർമാൻ്റെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം ആക്കിയിട്ട് അതിൽ കുറച്ചും പരസ്യ ബോർഡ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട്, ആംഗിൾ എല്ലാം ഫിറ്റ് ചെയ്തിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അതിൻ്റെ നടപടികൾ അത് പിന്നെ ഒരു സ്വകാര്യ കമ്പനിക്കാണ് അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടായിട്ട് കുറേ കാലങ്ങളായി. പക്ഷെ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ പേര് ഇതുവരെ രേഖപ്പെടുത്താൻ അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വലിയൊരു കമാനം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ്, അതുപോലെ തന്നെ അവിടെ CC ക്യാമറ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മുലവെട്ടുന്ന അമ്മമാർക്കുള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെ ആ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ചെയ്യുന്ന സംവിധാനമാക്കിയിട്ടുണ്ട്. അതിൻ്റെ നടപടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആരംഭം ഇപ്പോൾ അവർ കുറിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു പാനൽ ഉണ്ടോ? അത് ഇങ്ങനെയാണ് പരസ്യം വെക്കേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. കുറേ കൂടി വീതിയിൽ പുറത്തെല്ലാം കയറി വന്ന രീതിയിലാണ് അവർ ഫ്രെയിം അടിച്ചിട്ടുള്ളത്. ആ ഫില്ലറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു രീതിയിലല്ല. അപ്പോൾ അത് നഗരസഭാ ഉദ്യോഗസ്ഥർ ഇതെല്ലാം നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന് ഇങ്ങനെയാണ് ഒരു വേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ ഫിറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊരു മാർഗ്ഗനിർദ്ദേശം കൊടുത്തിനാ അവർക്ക്? തീർച്ചയായിട്ടും അത് തടസ്സങ്ങളില്ലാത്ത രീതിയിലാണ് ഈ പരസ്യ ബോർഡുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ട് ചെയ്യും. ഓക്കെ.
തടസ്സമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതി കൂടിയതുപോലെ നമുക്ക് ഫ്രെയിം ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഫ്രെയിമാണ്. പക്ഷേ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അതുമായിട്ട് യോജിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ യോജിക്കുന്നില്ല എങ്കിൽ അതനുസരിച്ചിട്ടുള്ള നടപടി ഉണ്ടാവും. ഓക്കെ.